എന്നറിയപ്പെടുന്ന വലിയ സൂഫി ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ച മഹാനാകുന്ന ഉമർ സുഹ്റവ്ർദി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെയാണ് ഇന്നലെ രാത്രി നമ്മൾ സിയാറത്ത് ചെയ്തത്. ഇന്നൊക്കെ നമ്മൾ പറയുണ്ടായി ബഹുമാനപ്പെട്ടവരുടെ പ്രിയപ്പെട്ട മശായിഖന്മാരുടെ ഹദറത്തിലേക്കാണ് മഹാനുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവരുടെ ശൈഖ് മഹാനാകുന്ന സയ്യിദ് സഖത്തി റളിയല്ലാഹു മഹത്തുക്കളുടെ ഹദറത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്രയെ പരിപൂർണ അർത്ഥത്തിൽ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. നമുക്കൊക്കെ വിവിധങ്ങളാകുന്ന ലക്ഷ്യങ്ങളുണ്ട്. അല്ലാഹു ആ ലക്ഷ്യങ്ങളെല്ലാം ഈ യാത്രയിലൂടെ പൂണിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മീയ ലോകത്തെ വിജ്ഞാന സാഗരമാണ് മഹാനാകുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ബഹുദീഷെ നമ്മൾ ഇടത്തെ സൈഡിലും ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു യൂഫ്രട്ടീസ് നദിയെ കുറിച്ച് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നോക്കി ടൈഗ്രീസ് നദിയെ കുറിച്ച് ഇന്നലെ പറഞ്ഞത്. വലത്തെ സൈഡും ഇടത്തെ സൈഡിലും കാണുന്നതാണ്. പാലത്തിന്റെ മുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നേരെ നമ്മൾ സിയാറത്തിന് വേണ്ടി പോകുന്നു. റളിയല്ലാഹു അൻഹു അവരുടെ തൊട്ട് ചാരെ തന്നെ അവരുടെ ശൈഖ് മഹാനാകുന്ന സയ്യിദ് സഖത്തി റളിയല്ലാഹു അൻഹു. ഈ പേരുകളൊക്കെ ഉണ്ടാവും. സ്ഥിരമായി അല്പമെങ്കിലും ആത്മീയ ലോകത്തേക്ക് ചിന്തിച്ചിട്ടുള്ളതാകുന്ന മുഴുവൻ ആളുകളും ഈ പേര് കേൾക്കാതിരിക്കില്ല. കാരണം എല്ലാ തുരീഖത്തുകളുടെയും എല്ലാ സൂഫി സൽസരണിയും അതിന്റെ എല്ലാ വഴികളും ചെന്ന് നിൽക്കുന്നത് മഹാനാകുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഈ നാട്ടുകാരൻ തന്നെയാണ്. ബഗ്ദാദ് നാട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജന്മവും. ഇവിടെ തന്നെയാണ്